അമേരിക്കയുടെ മൂക്കിനു താഴെ US സാമ്രാജ്യത്തെ നിരന്തരം വെല്ലുവിളിച്ച വെനസ്വേല, ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ സമ്പത്തുള്ള ഒരു രാജ്യം. ഇറാനുമായും റഷ്യയുമായും ചൈനയുമായും സമ്പർക്കം പുലർത്തുന്ന നിക്കോളാസ് മദുറോ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെനസ്വേലയെ കൈപ്പിടിയിലെടുക്കാൻ നോക്കുകയാണ്. എന്താണ് സംഭവിക്കുക? നോക്കാം. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. വൻ സൈനിക വിന്യാസമാണ് വെനസ്വേലയ്ക്ക് ചുറ്റും അമേരിക്ക ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. കരീബിയൻ കടലിലൂടെ വെനസ്വേല തീരത്തേക്ക് B-1 ബോംബറുകൾ മുതൽ വൻ പടക്കപ്പലുകൾ വരെ നിരന്നിരിക്കുന്നു. US കോസ്റ്റ് ഗാർഡും സൈന്യവും ചേർന്ന് വെനസ്വേലയുടെ എണ്ണ ടാങ്കറുകൾ പിടിച്ചെടുക്കുകയാണ്. വെനസ്വേലയിൽ നിന്ന് കടൽ മാർഗം അമേരിക്കയിലേക്ക് ലഹരി വസ്തുക്കൾ എത്തിക്കുന്ന കള്ളക്കടത്ത് ശൃംഖലയെ തകർക്കാനാണ് സൈനിക നീക്കം എന്ന് US പറയുന്നു. പക്ഷേ സത്യം അതാണോ? പിറകോട്ടൊന്ന് നോക്കിയാൽ സോഷ്യലിസ്റ്റ് വിപ്ലവങ്ങളുടെ കഥ പറയുന്ന നാടാണ് വെനസ്വേല. 70കൾ മുതൽ രാജ്യം ഭരിച്ച കാർലോ ആന്ദ്രേ പെരസിനെതിരെ വിപ്ലവം നയിച്ചാണ് ഹ്യൂഗോ ഷാവേസ് എന്ന വിപ്ലവ നേതാവ് അവിടെ ഉയർന്നു വന്നത്. 93-ൽ പെരസ് താഴെ വീഴുന്നു. പിന്നെ ഷാവേസിൻ്റെ യുഗമായിരുന്നു. 1999-ലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത ഷാവേസ് രാജ്യത്തിൻ്റെ എണ്ണ സമ്പത്ത് ദേശസാൽക്കരിച്ചു. അമേരിക്കൻ കമ്പനികളെ അവിടെ നിന്ന് ആട്ടിയോടിച്ചു. ഈ എണ്ണപ്പണം ഉപയോഗിച്ച് ഷാവേസ് ദാരിദ്ര്യം, നിരക്ഷരത, വരുമാനത്തിലെ അസമത്വങ്ങൾ എന്നിവയ്ക്കെതിരെ പോരാടി. ഇതിനായി വലിയ ബൃഹത് പദ്ധതികൾക്കാണ് ഷാവേസ് രൂപം കൊടുത്തത്. ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനോടും ബൊളീവിയയിലെയും നിക്കാരാഗ്വയിലെയും ഇടതുപക്ഷ സർക്കാരുകളോടും അടുത്ത ബന്ധം സ്ഥാപിച്ച ഷാവേസ് അമേരിക്കയുടെ കടുത്ത വിമർശകനായി തിളങ്ങി. ക്യൂബയിലെ ഫിഡൽ കാസ്ട്രോയോടും ഇറാനിലെ അഹ്മദി നജാദിനോടും കൈകോർത്ത് സാമ്രാജ്യത്വ വിരുദ്ധതയുടെ പ്രതീകമായി മാറി. അന്നു മുതൽ തന്നെ ഉപരോധത്തിലൂടെ വെനസ്വേലയെ ഞെക്കിക്കൊല്ലാൻ US ശ്രമിച്ചു. ഷാവേസിൻ്റെ മരണശേഷം നിക്കോളാസ് മദുറോയാണ് പ്രസിഡന്റായത്. ഷാവേസിനെ തന്നെ അട്ടിമറിക്കാൻ US ശ്രമിച്ചിരുന്നു. അതിനേക്കാൾ ദുർബലമായ മദുറോ വന്നപ്പോൾ USൻ്റെ ചാരശൃംഖലകൾ വെനസ്വേലയിൽ കടം നിറഞ്ഞു. മദുറോയുടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളൊന്നും അംഗീകരിക്കില്ല എന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു. ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ സമ്പത്തുള്ള രാജ്യമാണ് വെനസ്വേല. പക്ഷേ ഉപരോധം കാരണം ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയും പട്ടിണിയും പലായനവുമുള്ള രാജ്യമായി ഇന്ന് വെനസ്വേല മാറിയിരിക്കുന്നു. ലക്ഷക്കണക്കിന് പേർ ഇതിനകം രാജ്യം വിട്ടുകഴിഞ്ഞു. എണ്ണ സംസ്കരിച്ച് വിതരണം ചെയ്യാനുള്ള പരിമിതമായ സാങ്കേതിക വിദ്യ മാത്രമേ ഉപരോധം കാരണം വെനസ്വേലയ്ക്കുള്ളൂ. 9 ലക്ഷം ബാരൽ മാത്രമാണ് ദിവസേനയുള്ള വെനസ്വേലയുടെ കയറ്റുമതി. അത് അവരുടെ എണ്ണ സമ്പത്ത് വെച്ച് നോക്കുമ്പോൾ തുലവും തുച്ഛമാണ്. വെനസ്വേല പൂർണ്ണമായി കിട്ടുകയോ വെനസ്വേലയുടെ അധികാരം പിടിക്കുകയോ ചെയ്താൽ വെനസ്വേലയുടെ എണ്ണ സമ്പത്ത് ഊറ്റിയെടുക്കാമെന്ന് ട്രംപ് കണക്കുകൂട്ടുന്നു. US ഇവിടെ ശ്രദ്ധിച്ചില്ല എങ്കിൽ കളിക്കുന്നത് ചൈനയും ഇറാനും റഷ്യയുമാണ്. വെനസ്വേല വിഷയത്തിൽ USനെന്ന പോലെ ഇസ്രായേലിനും കൺസേൺ ഉണ്ട്. എണ്ണ വിൽപ്പനയ്ക്ക് വെനസ്വേലയെ സഹായിക്കുന്നത് ഇറാനാണ്. ഇറാൻ അതിലൂടെ വലിയ നേട്ടമുണ്ടാക്കുന്നു എന്നാണ് ഇസ്രായേൽ കരുതുന്നത്. മദുറോക്ക് പകരം അമേരിക്കയും ഇസ്രായേലും ഒരുപോലെ പിന്തുണക്കുന്നത് മരിയ കൊറിന മച്ചാഡോയെയാണ്. സയനിസത്തെ തുറന്നു പിന്തുണക്കുന്ന വ്യക്തിയാണിവർ. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയെ പിന്തുണക്കുകയും ചെയ്യുന്നു. 2020-ൽ നെതന്യാഹുവിൻ്റെ ലിക്കുഡ് പാർട്ടിയുമായി ഒരു സഹകരണ ഉടമ്പടിയിൽ ഇവർ ഒപ്പുവെച്ചിട്ടുണ്ട്. താൻ പ്രസിഡന്റായാൽ ഇസ്രായേലും വെനസ്വേലയും തമ്മിലുള്ള ബന്ധം നോർമലൈസ് ചെയ്യും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മരിയയ്ക്കാണ് ഇത്തവണത്തെ സമാധാന നൊബേൽ കൊടുത്തത് എന്നും ശ്രദ്ധിക്കുക. നിക്കോളാസ് മദുറോയെ മാറ്റി മച്ചാഡോയെ സ്ഥാപിക്കാൻ US രഹസ്യാന്വേഷണ വിഭാഗമായ CIA കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട്. അതിനു പുറമെയാണ് ഇപ്പോൾ US പടനീക്കം തന്നെ ശക്തമാക്കിയിരിക്കുന്നത്. എന്തു വില കൊടുത്തും US ധിക്കാരത്തെ ചെറുത്തു തോൽപ്പിക്കും എന്ന് നിക്കോളാസ് മദുറോ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഷാവേസിൻ്റെ പിൻഗാമിക്ക് അതിന് കരുത്തുണ്ടാകുമോ എന്ന് കണ്ടറിയാം.